ഇൻട്രപ്റ്റർ റിലേ നമ്മുടെ വണ്ടി R15 വെർഷൻ 3 കണക്ട് ചെയ്യാൻ പോകണേണ്ട. ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കിട്ടില്ല സാധനമാണ്. നമുക്ക് ഇതിൽ ഓൾറെഡി കമ്പനി ഡ്യുവൽ ഹോണാണ് വന്നത്. ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ശരിക്കും സൗണ്ട്. അപ്പോൾ നമ്മൾ റിലേ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ആകെ സിംഗിൾ ഹോണിൽ മാത്രമേ കൊടുക്കാനുള്ളൂ. ഒരു ഹോണിൽ നമ്മൾ റിലേ കണക്ട് ചെയ്യാനുള്ള വയറ് ഒന്നും ചെയ്യാനുള്ള ഈ ഒരു ഹോണിൽ മാത്രം വെറുതെ ഡയറക്റ്റ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് നമുക്ക് നോക്കാട്ടെ ഗൈസ്. അതിൽ തന്നെ വയറൊക്കെ ഊരി ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ റിലേന്ന് മഞ്ഞ വയറ്, രണ്ട് മഞ്ഞ വയറ്, അതിൻ്റെ സോക്കറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേ വയറ് ഹോണിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ യെല്ലോ വയറ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുക. പിന്നെ വന്നത് രണ്ട് വയറാണ്, റെഡും ബ്ലാക്കും. അത് നമ്മുടെ ഹോണിലോട്ട് വന്ന കമ്പനി വയറിലോട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ വയറിങ് ഇത്തിരി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി വണ്ടിയുടെ ഉള്ളിൽ നിന്ന് വയർ വലിച്ച് മേലോട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇത് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ റിലേ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കാൻ. ഇത് നമ്മൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ വയർ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഹോൺ അടിച്ച് നോക്കുമ്പോൾ റിലേ വർക്ക് ചെയ്യാത്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് കൊടുക്കുന്ന റെഡും ബ്ലാക്കും വയർ തിരിച്ച് കുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ റെഡി ആയിക്കോളും. അങ്ങനെ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കട്ടോ സാധനം എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് തീരുമാനിക്കണം വെക്കണ വേണ്ടതെന്ന്. ഇതാണ്ട് ഹോണിൻ്റെ വർക്കിങ്. ഡുവൽ ഹോണുള്ള വണ്ടിയിൽ നമ്മൾ ഒരു ഹോണിൽ മാത്രം കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഈ സൗണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനോട്ടാ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. ഈ ഐറ്റം വേണമെന്നുള്ളവർ നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഐറ്റം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തന്നെ ആയിരിക്കുള്ളൂ. DTDC വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യണത്. ക്യാഷ് ഓൺ ഡെലിവറി നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. ഓക്കെ ഗൈസ്, ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ.